ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇത് ചൊരക്കയാണ്. ഈ ചൊരക്ക കൊണ്ട് എങ്ങനെയാണ് കൂട്ടുകറി വയ്ക്കേണ്ടത് എന്ന് നമുക്കിന്ന് നോക്കിയാലോ. ചൊരക്കൂട്ടിന് ഇതുപോലെ ചൊരക്ക കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വയ്ക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് വേണ്ട സാധനം പയറ് പരിപ്പാണ്. പയറ് പരിപ്പ് സകലം മതി, ഒരു 1/4 കപ്പ് മതി. ഇത് ആദ്യം വേവിച്ചതിന് ശേഷം ഇത് പകുതി വെന്തതിന് ശേഷം ഈ ചൊരക്കയും കൂടെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിന് അരപ്പ് ഇറക്കേണ്ടത് 1/4 കപ്പ് തേങ്ങ എടുക്കുക. 1/4 കപ്പ് തേങ്ങ എടുത്ത് 1/4 സ്പൂൺ ജീരകം, ഒരു കഷ്ണം വെളുത്തുള്ളി, സകലം ഇഞ്ചിയും കൂടെ വെച്ച് എന്ത് ചെയ്യണം, നന്നായിട്ട് അരയ്ക്കണം. അരച്ചത് നമ്മൾ ഈ പരിപ്പും ഈ ചൊരക്കയും വെന്ത് വരുമല്ലോ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങ് ആ അരപ്പ് കൂടെ ഇടണം. എന്നിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ കുക്കറിൽ സകലം വെള്ളം വയ്ക്കുക. ഒരു പാത്രം എടുത്ത് അതിൽ ഈ ചൊരക്കയിട്ട് സകലം വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. സകലം വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വയ്ക്കണം. അതുപോലെ പയറ് പരിപ്പും അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് പയറ് പരിപ്പും കൂടെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കണം. കുക്കർ അടച്ച് വെയിറ്റ് ഇടുക. വെയിറ്റ് ഇട്ട് ഒരു വിസിൽ വെച്ചിരുന്നാൽ മതി. ചൊരക്ക നന്നായിട്ട് വെന്ത്, അതുപോലെ തന്നെ പയറ് പരിപ്പും അതുപോലെ തന്നെ. ഇതിന് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഇടാം. ഈ ചൊരക്കയും അതുപോലെ ഈ പയറ് പരിപ്പ് വേവിച്ചതും കൂടെ നമുക്ക് ഇടാം. ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും വെളുത്തുള്ളിയില്ലേ, അതിൻ്റെ കൂടെ ഈ വെജിറ്റബിളുടെ കൂടെ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് വേവിക്കണം. അവസാനം കടുക് വറുക്കണം. ഇതുകൊണ്ടോ, ചൊരക്കയും പരിപ്പും കൂടെ ഞാൻ ആ പാനിലേക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ അരച്ച് വെച്ചത്, അത് കഴിഞ്ഞ് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. ഇളക്കി അടച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ചിട്ട് വേവിക്കണം. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കടുക് വറുത്താൽ മതി. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതാ നമ്മുടെ കൂട്ടുകറി നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം. കടുക് പൊട്ടി. ഇനി നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ല ബ്രൗൺ കളറിലായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ശകലം തേങ്ങയും കൂടെ ഇടാം അതിൻ്റെ കൂടെ. ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങയൊക്കെ ഇങ്ങനെയൊക്കെ ചേർക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. എത്രത്തോളം നമ്മൾ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കണോ അത്രത്തോളം നമുക്ക് നല്ലത്. നമ്മുടെ ഹെൽത്തിന് നല്ലത്. ടേസ്റ്റായിരിക്കും, പക്ഷേ ഹെൽത്തിന് നല്ലത് നമ്മൾ എത്രത്തോളം ഇൻഗ്രീഡിയൻസ് കുറയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ്. നന്നായിട്ട് മൂത്ത് വന്ന് ഇത് നമുക്ക് നല്ല ഫ്രൈ ആയി വന്നല്ലേ, ഇത് നമുക്ക് ഈ ചൊരക്ക കൂട്ടിലേക്ക് നമുക്ക് ഇതും കൂടെ മിക്സ് ചെയ്യണം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, നല്ല അടിപൊളി ചൊരക്ക കൂട്ട് റെഡി. ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ വെള്ളരിക്ക പോലത്തതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇതിന് ഇതുപോലെ കൂട്ടുണ്ടാക്കി കഴിക്കണം കേട്ടോ, നല്ലതാണ്.
ഇതിൻ്റെ ജ്യൂസും നല്ലതാണ്. അത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് പെട്ടെന്ന് മാറും. ഇത് ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്കിത് കൂട്ടാൻ പറ്റും. നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.